ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ സിറോദയിൽ എങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാമെന്നും അതുപോലെ അക്കൗണ്ട് ഓപ്പണിംഗ് പ്രോസസ്സിൽ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ പലർക്കും അക്കൗണ്ട് ഓപ്പണിംഗ് പല സ്റ്റേജുകളിൽ നിന്ന് പോകാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയുടെ തുടക്കം പറയുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നമ്പർ 1 അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ക്ലയൻസ് ഉള്ള സിറോദ എന്നുള്ളൊരു ബ്രോക്കറിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു ലോങ് ടൈം വ്യൂ പോയിൻറ്റിൽ നിങ്ങൾക്ക് തുടങ്ങാവുന്ന ഒരു ബ്രോക്കറാണ് സിറോദ എന്ന് പറയുന്നത്. കാരണം അവരുടെ ഒരു പ്രൈസിങ് അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡെലിവറി എടുക്കുന്നതിന് 0 ചാർജ് കൊടുക്കുന്ന ഇന്ത്യയിൽ ഒരു ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിൽ നമ്പർ 1 ബ്രോക്കറാണ് സിറോദ എന്ന് പറയുന്നത്. എന്നാൽ ഇതിനൊരു ഓപ്പണിംഗ് ഫീസ് 200 റുപ്പീസിൻ്റെ ഒരു ഓപ്പണിംഗ് ഫീസ് വരുന്നുണ്ട്. പക്ഷെ അതൊരിക്കലും നിങ്ങളൊരു ആക്റ്റീവായിട്ട് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവോൾവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ഥിരം ട്രേഡ് ചെയ്യുകയും അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡ് ചെയ്യുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ഈ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് വളരെ ചെറിയ നിസ്സാര എമൗണ്ടാണ്. കാരണം നല്ല ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻ്റർഫേസാണ് സിറോദയുടെ. അതുപോലെ തന്നെ ഒരു ആനുവൽ മെയിൻ്റെനൻസ് ഫീസ് ഈ സിറോദയ്ക്ക് വരുന്നുണ്ട്. അതെന്ന് പറയുന്നത് 2 lakh എബോവ് ആണ് നിങ്ങളുടെ ഒരു ട്രാൻസാക്ഷൻ എന്ന് ഉണ്ടെങ്കിൽ 300 റുപ്പീസാണ് ആനുവൽ മെയിൻ്റെനൻസ്. എന്നാൽ 50,000 രൂപയ്ക്ക് താഴെയാണ് വരുന്നതെങ്കിൽ 0 ചാർജസ് ആണ് ഇവർ ഈടാക്കുന്നത്. ബാക്കി ഇൻട്രാഡേക്കും F&Oയ്ക്കും എല്ലാ ബ്രോക്കേഴ്സിനെ പോലെ തന്നെ 20 രൂപ റേഞ്ചിലാണ് നിൽക്കുന്നത്. സിറോദയിൽ പേഴ്സണലി എന്നെ അട്രാക്റ്റ് ചെയ്ത 2 ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ചാർജിലുള്ള റിഡക്ഷനാണ്. ഡെലിവറി ചാർജിലുള്ള ഒരു റിഡക്ഷനും അതുപോലെ തന്നെ നല്ല ഈസി ആയിട്ടുള്ള ഒരു ഇൻ്റർഫേസുമാണ്. അതുപോലെ ഒത്തിരി ട്രേഡേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ആപ്പുകളും ഫെസിലിറ്റീസും ഇതിൽ ഉണ്ട് എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് നമുക്കിതിന് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് നമ്മുടെ കയ്യിൽ മെയിനായിട്ട് വേണ്ടത് ഒന്ന് പാൻ കാർഡ്, അതുപോലെ തന്നെ ആധാർ കാർഡ്, അതുപോലെ തന്നെ നിങ്ങളുടെ സൈൻ ഒരു വൈറ്റ് പേപ്പറിലിട്ടത് നിങ്ങൾ ഫോട്ടോ എടുത്ത് മൊബൈലിലോ അല്ലെങ്കിൽ നിങ്ങൾ ലാപ്പിലോ വെക്കുക, ഫയൽ ചെയ്ത് വെക്കുക. ദെൻ അത് അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ്. അത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഓൺലൈനായിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ഒരു അക്കൗണ്ട് ഓപ്പണിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ അതിനു മുമ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പലർക്കും പറ്റുന്ന ചില കാര്യങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുകയാണ്. അതായത് ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാൻ കാർഡും ആധാർ കാർഡും തമ്മിൽ ലിങ്ക് ചെയ്തിട്ടുണ്ടാവണം. ഇങ്ങനെ ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ഓപ്പണിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ആവില്ല. നമുക്കത് ലിങ്ക് ചെയ്യാനായിട്ട് സാധിക്കും. ലിങ്ക് ചെയ്താലും ഇപ്പോൾ നമ്മൾ ഇന്നാണ് ലിങ്ക് ചെയ്യണമെങ്കിലും അത് IT റെക്കോർഡ്സിൽ റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് ഏകദേശം ഒരു 30 ദിവസത്തിൻ്റെ ഒരു ഗ്യാപ്പ് ചിലപ്പോൾ സംഭവിക്കാം. അപ്പോൾ അത് നേരത്തെ തന്നെ ചെയ്തു വെച്ചിട്ടുള്ളവർക്ക് കുഴപ്പമില്ല. ഇല്ലാത്തവർ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആധാർ നമ്പറും അതുപോലെ തന്നെ മൊബൈൽ നമ്പറും തമ്മിൽ ലിങ്ക് ചെയ്തിട്ടുണ്ടാവണം. ഇങ്ങനെ ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഓൺലൈൻ അക്കൗണ്ട് ഓപ്പണിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത്ര ഈസി ആയിരിക്കില്ല. കാരണം സൈൻ എന്ന് പറയുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ആധാർ നമ്പറും മൊബൈൽ നമ്പറും തമ്മിൽ ലിങ്ക് ആയിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഓഫ്ലൈനായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആധാറിലെ പേര് നിങ്ങൾ കൊടുത്തിരിക്കുന്ന പേരും കറക്റ്റായിരിക്കണം. കാരണം അത് തമ്മിൽ മിസ്മാച്ച് ചെയ്യുകയാണെങ്കിൽ സൈൻ്റെ സമയത്ത് അത് റിജക്റ്റ് ചെയ്യും. നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ട്. അപ്പോൾ അതും നിങ്ങൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്തിട്ട് വേണം അക്കൗണ്ട് ഓപ്പണിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ. അതുപോലെ NRIs അതുപോലെ നോൺ ഇൻഡിവിജ്വൽ അക്കൗണ്ട്സ് ആണെങ്കിൽ ഇതിന് നമ്മൾ ഓൺലൈൻ സാധിക്കില്ല. അത് ഓഫ്ലൈൻ മെത്തേഡ് വഴിയാണ് നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് നോമിനീനെ ആഡ് ചെയ്യുന്നൊരു പ്രോസസ്സും കൂടി ഉണ്ട്. അതിപ്പോൾ മസ്റ്റാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നീടാണെങ്കിൽ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളും എല്ലാം റെഡി ആണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസ് വരും. അവിടെ നിങ്ങളോട് നിങ്ങളുടെ മൊബൈൽ നമ്പർ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് പറയും. നിങ്ങൾ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ആധാർ നമ്പറും അതുപോലെ തന്നെ ഈ മൊബൈൽ നമ്പറും തമ്മിൽ ലിങ്ക് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ നിങ്ങൾ ഈ നമ്പർ ടൈപ്പ് ചെയ്ത് റൈറ്റ് സൈഡിൽ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് മുന്നിലോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP വരും. ആ ഒരു OTP ഇവിടെ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾ കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു പേജ് വരും. അവിടെ നിങ്ങളോട്
ഒന്നല്ലെങ്കിൽ ഗൂഗിൾ വെച്ച് നിങ്ങൾക്ക് അടുത്ത പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളോട് പേര് അതുപോലെ തന്നെ ഇമെയിൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ആവശ്യപ്പെടും. ദെൻ അവിടെ നിങ്ങൾ നെയിമും ഇമെയിൽ അഡ്രസ്സും കൊടുത്തിട്ട് കണ്ടിന്യൂ ചെയ്യുക. അടുത്തൊരു പേജിൽ നിങ്ങളുടെ പാൻ കാർഡ് ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ പാൻ കാർഡ് നമ്മൾ നേരത്തെ തന്നെ കയ്യിൽ വെക്കുക. അപ്പോൾ അവിടെ നിങ്ങളോട് പാൻ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ പാൻ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് നോക്കി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇക്വിറ്റിയിലാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളെങ്കിൽ നിങ്ങൾക്ക് 200 റുപ്പീസാണ് വരുന്നുള്ളൂ. നേരെ തിരിച്ച് നിങ്ങൾ F&O അതുപോലെ തന്നെ കറൻസി കോമഡിറ്റീസ് ആണെങ്കിൽ അതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇക്വിറ്റി മാത്രമാണ് ഉദ്ദേശിക്കുന്നുള്ളെങ്കിൽ ആ 200 മാത്രം പേ ചെയ്യുക. അതിനുവേണ്ടി താഴെ UPI എന്നുള്ളൊരു ഓപ്ഷനിൽ താഴെ നിങ്ങളുടെ UPI അഡ്രസ്സ്, നിങ്ങളുടെ ഗൂഗിൾ പേയുടെ അഡ്രസ്സ് കൃത്യമായിട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വാലറ്റ് വഴിയോ നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്താം. UPI ആണെങ്കിൽ UPI സെലക്ട് ചെയ്തിട്ട് ID കൊടുത്തിട്ട് നിങ്ങൾ പേ ആൻഡ് കണ്ടിന്യൂ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവുക. അത് കഴിയുമ്പോൾ നിങ്ങളോട് 200 റുപ്പീസ് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പോപ്പപ്പ് വരും. അതിൽ നിങ്ങൾ പേ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവുക. ഇനി നമ്മുടെ അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ടാമത്തെ പ്രധാനപ്പെട്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്രസ്സ് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ്. അതിന് ഡിജി ലോക്കറിൽ നിന്നുള്ള ഒരു പെർമിഷനാണ് അവർ ചോദിക്കുന്നത്. ഇപ്പോൾ കണ്ടിന്യൂ ഡിജി ലോക്കർ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് പോവുക. അപ്പോൾ നിങ്ങളുടെ ആധാർ നമ്പർ കൊടുക്കാനായിട്ട് ആവശ്യപ്പെടും. അവിടെ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ പോയി കഴിയുമ്പോൾ നിങ്ങളുടെ ഫോൺ നമ്പറിലേക്ക്, ആധാർ നമ്പറായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഫോൺ നമ്പറിലേക്ക് ഒരു OTP വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആ OTP കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വരുന്ന അടുത്തൊരു പേജിൽ നിങ്ങളോട് ഡിജി ലോക്കറിൽ നിന്ന് ഇൻഫർമേഷൻ എടുക്കുക എന്നുള്ള സെറോദയുടെ ഒരു പെർമിഷൻ ചോദിച്ചിട്ടുള്ള ഒരു പേജ് വരും. അവിടെ നിങ്ങൾ അലോ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സിൽ നിന്ന്, ഡിജി ലോക്കറിൽ നിന്ന് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് കിട്ടി എന്നുള്ള രീതിയിൽ ഒരു സക്സസ് മെസ്സേജ് വരും. ദെൻ നിങ്ങൾ അടുത്തൊരു പേജിൽ നിങ്ങളുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസ് ആണ്, അതായത് നിങ്ങളുടെ മാരിറ്റൽ സ്റ്റാറ്റസ്, അതുപോലെ തന്നെ പാരൻസിൻ്റെ നെയിം, അതുപോലെ മദർ നെയിം, ഇങ്ങനെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. അതുപോലെ ആനുവൽ ഇൻകം, അതുപോലെ തന്നെ എങ്ങനെയാണ് നിങ്ങളുടെ ഫണ്ട് സെറ്റിൽമെൻറ്റ് വേണ്ടത്, അതുപോലെ ട്രേഡിംഗ് എക്സ്പീരിയൻസ്, ജോലി, നിങ്ങൾ പൊളിറ്റിക്കലി എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണോ, ഇങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസ് അവിടെ ചോദിക്കുന്നതായിരിക്കും. അതപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ വായിച്ച് നോക്കി ഫില്ല് ചെയ്ത് കൊടുത്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ഇനി അടുത്ത് വരുന്ന പേജിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങളുടെ ബ്രാഞ്ച് IFSC കോഡ് കൃത്യമായിട്ട് കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി MICR കോഡ് വരാറുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യുക ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് നമ്പർ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും രണ്ടാമത് കൺഫേം ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ UPI ID യൂസ് ചെയ്തിട്ടും നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ അടുത്ത് വരുന്ന പേജിൽ നിങ്ങൾക്ക് ടിക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് കുറച്ച് കണ്ടീഷൻസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് ജസ്റ്റ് നോക്കിയിട്ട് ലെഫ്റ്റ് സൈഡിലെ ബോക്സുകളിൽ ടിക്കിട്ട് കൃത്യമായിട്ട് കൊടുക്കുക. ദെൻ അടുത്ത് വരുന്ന പേജിൽ നിങ്ങൾ കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവുക. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെ നിങ്ങളുടെ ഫേസ് കാണത്തക്ക വിധത്തിൽ ഒരു നമ്പർ അവിടെ കാണിച്ചിട്ടുണ്ടാവും സ്ക്രീനിൽ. അത് ഒരു വൈറ്റ് പേപ്പറിൽ എഴുതി അത് നിങ്ങളുടെ ഫേസ് ആ ഒരു രീതിയിലും അതുപോലെ എഴുതിയിരിക്കുന്ന അക്കം കാണാവുന്ന രീതിയിൽ പിടിക്കുക. ദെൻ താഴത്ത് ഒരു ക്യാപ്ചർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ സെൽഫി എടുത്ത് അപ്ലോഡ് ചെയ്യുക. തുടർന്ന് വരുന്ന സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ തിരഞ്ഞെടുത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇൻകം പ്രൂഫ്, അതായത് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ പിന്നീടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളെങ്കിൽ നിങ്ങൾ താഴത്തെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ സിഗ്നേച്ചർ വൈറ്റ് പേപ്പറിൽ ഇട്ട് വെച്ചത്, ഫോട്ടോ എടുത്ത് വെച്ചത് ഫയൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ പാൻ കാർഡിൻ്റെ കോപ്പി അതുപോലെ തന്നെ ഫോട്ടോ എടുത്ത് ഫയലാക്കി വെച്ചത് നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മളിനി ലാസ്റ്റ് സ്റ്റെപ്പാണ്, ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഇക്വിറ്റിക്ക് വേണ്ടി സൈൻ ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ആധാർ നമ്പറും മൊബൈൽ നമ്പറും തമ്മിൽ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിലാണ് ഈ പ്രോസസ്സ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ.
അപ്പോൾ നിങ്ങൾ ഇ സൈൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ മുന്നിലോട്ട് പോകുമ്പോൾ നിങ്ങളോട് ആധാർ നമ്പർ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറയും. ദെൻ ആ ലെഫ്റ്റ് സൈഡിലുള്ള ഒരു ബോക്സിൻ്റെ അതിൽ ടിക്ക് മാർക്ക് കൊടുക്കുക. ദെൻ സെൻഡ് OTP എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ആധാർ നമ്പറായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോണിലോട്ട് OTP വരുന്നതായിരിക്കും. അപ്പോൾ ആ OTP ഇവിടെ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് വെരിഫൈ OTP എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഏത് മൊബൈൽ നമ്പറാണോ ആധാറായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളത് അതിലോട്ട് മാത്രമാണ് ഈ OTP വരുള്ളൂ. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ മുന്നോട്ട് വെരിഫൈ OTP എന്നുള്ളതിൽ കൊടുത്തു കഴിഞ്ഞ് മുകളിൽ ടിക്ക് മാർക്ക് കൃത്യമായിട്ട് കൊടുത്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത് വരുന്ന പേജിൽ നിങ്ങളുടെ ഇതുവരെയുള്ള ഡീറ്റെയിൽസൊക്കെ വെരിഫൈ ചെയ്തു എന്നുള്ള പ്രൊഫൈൽ വെരിഫൈഡ് സക്സസ്ഫുള്ളി എന്നുള്ള ഒരു പേജ് വരും. അവിടെ സൈൻ നൗ എന്നുള്ള ഒരു ബട്ടൺ ഉണ്ടാവും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ നിങ്ങൾക്കൊരു കൺഗ്രാജുലേഷൻ മെസ്സേജ് വരും. അതിൽ സിറോദ ഇനിയും ഒരു 1-2 ദിവസത്തിനുള്ളിൽ വെരിഫൈ ചെയ്തിട്ട് നിങ്ങളുടെ മെയിലിലോട്ട് ഒരു യൂസർ ID കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഒരു മെയിൽ. ആ യൂസർ ID ഉപയോഗിച്ചിട്ട് താഴത്തെ ലോഗിൻ നൗ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അവിടെ ഒരു പാസ്വേഡ് പുതിയതായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ പാസ്വേഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ സ്റ്റോക്കുകൾ സെല് ചെയ്യാനും ബൈ ചെയ്യുന്നതിനും വേണ്ടിയിട്ട് സിറോദയുടെ തന്നെ ആപ്പായിട്ടുള്ള കൈറ്റ് നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ആ പാസ്വേഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഓക്കെ, താങ്ക് യു.